ഞങ്ങൾ തെളിവായത്. ഞങ്ങൾ ജയിച്ച് കാണിച്ച്. കഴിഞ്ഞ കൊല്ലം ജയിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങളുടെ സങ്കടമായി ഞങ്ങൾ തൊഴിഞ്ഞു കഴിച്ചത്. കള്ളത്തിന് കാലം ഒരിക്കലും ഒന്നിനും മറുപടി വരാൻ പോയിട്ടില്ല. അതിനുള്ള സത്യമായത്. സത്യം. BBC കുതിച്ചു വസ്കേൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഒരു പുതിയ ഈ പറയുന്ന പുന്നമട ആകാശം ഒരു പുതിയ ദിവാകരൻ ഉദിക്കുന്നു. ഒരു പുതിയ പ്രതാപത്തിന്റെ ദിവാകരൻ ഉദിച്ചു. അതിന്റെ പേര് BBC ദിവാകരൻ. അതെ, അതിന് എന്തുവാ പുതിയൊരു പ്രജാപതി. അത് ഈ പറഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ അപ്രമാദിത്വം, അതീശത്വം, ഈ പറഞ്ഞ പ്രജാപത പ്രമാദിത്വം, അതിനൊക്കെ തടയിട്ടുകൊണ്ട് BBC കുതിച്ചുയർന്നു. BBC പുതിയ ഒരു രാജാവായി ചക്രവാളത്തിൽ ഉദിക്കുന്നു. ജലരാജാവ്. UBC കൈനകരി എന്ന വലിയ ടൂർണമെന്റ് ഫേവററ്റുകളിൽ നിന്ന് വിഘടിച്ചു പോകുന്നവരാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ്. അപ്പൊ UBC കൈനകരിയുടെ പ്രഭാവത്തെ മറികടക്കുന്ന തരത്തില് ഈ കാലത്തെ വള്ളംകളിയുടെ യഥാർത്ഥ ജേതാക്കളാണെന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് BBC തെളിയിച്ചു. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാരുടെ ഒരു നിലയാണ്. പോരാട്ടമാണ് അവരുടെ ഒരു സത്യം പറ. കഴിഞ്ഞ തവണ BBCയുടെ ആ ഏറ്റവും ഒടുവിൽ 0.0005 സെക്കൻഡിൽ കണ്ണുനീർ വീണപ്പോൾ മനീഷിന്റെയും കണ്ണു നിറഞ്ഞതാണ്, എന്റെയും കണ്ണു നിറഞ്ഞതാണ്. ഇക്കുറി അവരുടെ നീതി സ്വയം വാങ്ങിയെടുത്തിരിക്കുന്നു. മനീഷ്, BBC. ഹാഷ്മി, കൊടിയേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ വെടിക്കെട്ടും നടത്തിയിട്ടേ ഞങ്ങൾ പോകൂ എന്ന നിലപാടായിരുന്നു വില്ലേജ് ബോട്ട് ക്ലബിനുണ്ടായിരുന്നത്. അവർക്ക് മധുര പ്രതികാരമായിരുന്നു. തിരിച്ച് നാട്ടിലേക്ക്, അതായത് തിരിച്ചവരുടെ കരയിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇത്തവണ കപ്പ് കിട്ടിയില്ലെങ്കിൽ. കാരണം കഴിഞ്ഞ തവണ 5 മൈക്രോ സെക്കൻഡുകൾക്ക് പിന്നിലായിപ്പോയി വിവാദമായി കോടതി കയറേണ്ടി വന്നു. തങ്ങളാണ് വിജയികളെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആരാധക വൃന്ദങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇത്തവണ കപ്പില്ലാതെ എങ്ങനെ കുട്ടനാട്ടിലേക്ക് മടങ്ങും, എങ്ങനെ കൈനകരിയിലേക്ക് എത്തുമെന്ന വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. അവർക്കത് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യ മത്സരങ്ങളിൽ തന്നെ അവർ കൊടിയേറ്റു നടത്തിയ തീപാറുന്ന പോരാട്ടം നടത്തി. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടും നടത്തിക്കൊണ്ടാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കുട്ടനാടിന്റെ മാനസപുത്രൻ ഇനി കൈനകരിയിലേക്ക് മടങ്ങുക. ഇത് അവരെ സംബന്ധിച്ചൊരു ചരിത്രം, മറ്റൊരു ചരിത്രം കൂടിയാണ്. കാരണം അത് മധുര പ്രതികാരത്തിന്റെ ഒരു ചരിത്രം കൂടിയാണ്. BBC അവരുടെ വെല്ലുവിളിക്ക് മുമ്പിൽ തങ്ങൾ പാളുകയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് പുന്നമടയുടെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആ ഒരു ചരിത്ര നേട്ടം BBC കൈവരിക്കാൻ നിന്ന ഒരു 2 ഇരട്ട റെക്കോർഡ് കൈവരിക്കാൻ നിന്ന, അങ്ങനെ ആ നഷ്ടം വരുത്തിക്കൊണ്ടാണ്, അതായത് BBCക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് കിട്ടാൻ വെച്ച ഏറ്റവും വമ്പിച്ച റെക്കോർഡിനെ തകർക്കുക എന്നത് ഈ വിജയത്തിന്റെ മറ്റൊരു മാറ്റു കൂട്ടുന്നു എന്നതാണ് വില്ലേജ് ബോട്ട് ക്ലബിനെ മാറ്റി നിർത്തുന്നത്. ഒപ്പം തന്നെ പള്ളാത്തുരുത്തി 2ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്താണെന്നതാണ് മറ്റൊരു കാര്യം. BBCയുടെ വെല്ലുവിളി അവർ കേട്ടു, വെല്ലുവിളിക്ക് പറ്റിയ മറുപടി കൊടുത്തിരിക്കുന്നു. അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പള്ളാത്തുരുത്തി അല്ലെങ്കിൽ BBC മാറുമ്പോൾ ഇനി അടുത്ത തവണ വള്ളംകളിയിലെ ഒരു ചരിത്രം മാറി മറിയുമ്പോൾ ഇനി എങ്ങനെയാകും വള്ളംകളിയിലെ ജേതാക്കൾ, അല്ലെങ്കിൽ ആ അപ്രമാദിത്യം BBCക്ക് നഷ്ടപ്പെടുന്നു. പള്ളാത്തുരുത്തിയുടെ കരയിലേക്ക് ഇത്തവണ നെഹ്റു ട്രോഫി എത്താതിരിക്കുമ്പോൾ അത് കുട്ടനാട്ടിന്റെ കരയിലേക്ക് എത്തുമ്പോൾ അത്യധികം ആഹ്ലാദത്തോടുകൂടി തന്നെ നോക്കിക്കാണാം. അങ്ങനെ നമുക്ക് കാണാം BBCക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആരാധക വൃന്ദങ്ങളെ നമുക്ക് കാണാം. ഇത്തവണ ഈ നെഹ്റുവിന്റെ ഒപ്പ് പതിഞ്ഞ നെഹ്റു ട്രോഫിയുമായി അവർ കൈനകരിയിലെ ആറ്റിലൂടെ പോകുമ്പോൾ പള്ളാത്തുരുത്തിക്കാർക്ക് നോക്കി നിൽക്കേണ്ട സ്ഥിതി വരും, കാര്യം വരും. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുനീരിന് അർത്ഥമുണ്ടാകുന്നു. പുന്നമടയിൽ ജലരാജാക്കന്മാരായി BBC കൈനകരിയിലേക്ക് ഇന്ന് മടങ്ങും. ഇന്ന് അവർക്ക് ആവേശത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിവസങ്ങളാണ്. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെയും ആ നെഹ്റുവിന്റെ വെള്ളിക്കപ്പ് ഉള്ള ട്രോഫിയുമായി കൈനകരിയിലേക്ക് മടങ്ങുന്ന വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് മുമ്പത്തെ ജലരാജാക്കന്മാരെ പിന്തള്ളിക്കൊണ്ടാണ് വില്ലേജ് ബോട്ട് ക്ലബ് എന്ന കുട്ടനാടിന്റെ മാനസപുത്രൻ ഇനി കൈനകരിയിലേക്ക് മടങ്ങുക.